ഇന്നേ എൻ്റെ സിസ്റ്റർ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നല്ല, കുറച്ച് ദിവസമായി വന്നിട്ട്. ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓള് സൗദിയിൽ നിന്ന് വന്നിട്ട് 2 ദിവസത്തോളം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ കുട്ടികളും മോളൊക്കെ ഉഷാറായിട്ടുണ്ടായിരുന്നു. 6 മാസത്തെ വിസിറ്റിങ്ങിനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ചെറിയ മക്കളാവുകൊണ്ട് തന്നെ കൂടുതൽ ഓൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്കൂളും മദ്രസൊക്കെ ഇങ്ങനെ ലീവ് ആക്കുകയല്ലേ, എക്സാമും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേന് പെട്ടെന്ന് പോരേണ്ടി വന്നു. വന്ന പാടന്നെ നമ്മൾ ചായയുടെയും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പെട്ടി പൊട്ടിക്കായിരുന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്, കുറേ കൂടുതൽ പെൺകുട്ടികളാണ്, കുറച്ചാളും കേട്ടോ ആൺകുട്ടികളില്ലത്. നമ്മൾ ഒരാളെയും വിടാതെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ്, പെൺകുട്ടികൾക്കുള്ളത്, സ്പ്രേ, അങ്ങനെ എടുത്ത് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ ഇളയച്ചനോടാണ് താങ്ക്സ് പറയേണ്ടത്. കാരണം നമ്മൾ ഒരാളെയും വിടാതെ സാധനങ്ങൾ മറക്കാതെ വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഉണ്ട് വെക്കണ, ബീഫ് ബിരിയാണി. നമുക്ക് അരിയലും തൊലിച്ചിലും അങ്ങനത്തെ എല്ലാം ഡ്യൂട്ടിയൊക്കെ ഉള്ളൂ. ഇമ്മയാണ് ബിരിയാണി വെക്കണത്. ഇമ്മ ബിരിയാണി വെക്കുമ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോകാറില്ല. കാരണം ഉമ്മ വെക്കണ അത്ര ടേസ്റ്റ് നമ്മൾ വെച്ചാവൂല, അതുകൊണ്ടാണ് ഒന്നാമത്. പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഫ്രൈ ആക്കലൊക്കെ കഴിഞ്ഞു. ഒരാൾ ചായ ഉണ്ടാക്കണുണ്ടായിരുന്നു, മറ്റേ ആൾ പാത്രം കഴിക്കണുണ്ടായിരുന്നു. കുറേ ആളുണ്ടാകുമ്പോൾ ഭയങ്കര തിരക്കല്ലേ ആക്കാറ്. ഞങ്ങൾ 6 ആൾ ഒരുമിച്ച് ഉള്ളൂ കേട്ടോ ഉണ്ടാവുള്ളൂ. കാരണം ചില ആൾക്കാർ ഇപ്പോൾ ദുബായിലോ സൗദിയിലോ അങ്ങനെയൊക്കെ പോകണോലും ഉണ്ടാവുകൊണ്ട് 6 ആൾ ഒരുമിച്ച് അങ്ങനെ ഉണ്ടാവാറേ ഇല്ല. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ 6 ആൾ ഒരുമിച്ച് വരികയാണ്. അപ്പോൾ കുറേ സംസാരം, കളിയും ചെറിയ പാട്ടൊക്കെ ആയിങ്ങാണ്ട് കുറേ സമയം അങ്ങനെ പോയി. അപ്പോൾ എനിക്ക് കുറേ വീഡിയോ ഒന്നും ഇതിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.